നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പണ്ടത്തെ പാട്ടൊക്കെ പാടി കൊടുത്താലോ പോവേ? ദിവസമായില്ലേ കണ്ടിട്ട്. പണ്ട് നമ്മ അമ്മയെ കാണാൻ മുമ്പ് എന്തായിരുന്നല്ലേ പറയുന്നേ? അല്ലെ നമ്മൾ വളർന്ന പോലെ അമ്മയുടെ ഫുഡ് കാണിക്കുന്നത്. ഇല്ല അമ്മക്ക് എപ്പോഴും നമ്മൾ ചെറിയ പിള്ളേർ ആയിക്കോട്ടെ. നമ്മളിപ്പോഴും അവിടെ ചെന്ന് അങ്ങനെ കാണിച്ചാലേ ഞാൻ പറയട്ടെ അവിടെ ചെല്ലും അമ്മ അച്ഛനാണെങ്കിലുള്ള റിയാക്ഷൻ എന്താ? അമ്മ അച്ഛനാണെങ്കിൽ ഒന്നും ഉണ്ടല്ലേ ഇങ്ങ് വരിക. അല്ലെ പഴയ പോലെ അല്ല ചോദിച്ചിട്ടൊക്കെ അമ്മനെ അടിച്ച് നശക്കും. എന്റെ എമ്മ വേണ്ടിടേ ഇറക്കിയൊക്കെ അല്ലേ നമ്മള് നമ്മൾ അതിന്റെ ഇടയ്ക്കോട്ടൊക്കെ കയറി ചെറുത പ്രൈവസികളെ പരിപാടിയില്ല. ഇപ്പൊ കണ്ടോ കാറിൽ ഓടി വരും കേട്ടോ, കാറിൽ ഓടി വരും. ഇപ്പം കാറിലൊക്കെ ഞാനെന്ന് പറഞ്ഞ ടിവിയിൽ ഞാനെന്ന് പറഞ്ഞ കാറിലൊക്കെ ജീവനാ. ഒരാളെ കൈയോടെ നോക്കാം പെട്ടെന്ന് നമ്മളെ സിമിയോൺ സാംസങ് എന്ന് പറഞ്ഞ പുതിയതാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടാവോ? എമ്മ വരെ പോയിട്ടു നമ്മടെ വീടാ മനസ്സിലായില്ലേ? സൂര്യബോസിനെയൊക്കെ കൈ വെക്കാൻ പോയട്ടാ. അല്ല അമ്മയുടെ അതപ്പല്ലേ എനിക്ക് കണ്ടുകൂടാ. ഇപ്പൊ എല്ലാരും അനങ്ങായിരിക്കും. നിനക്കോ? എനിക്കെല്ലാരും നിനക്കൊന്നാ? എനിക്കൊന്നില്ല. ആൾക്കാർ ഒന്ന് കത്തിട്ട് കാർലോ ഹലോ ഹലോ കണ്ണാപ്പി. അമ്മേനെ കാണാൻ വന്നതാണ് എന്റെ മോവിന്റെ അമ്മ. പക്ഷെ അമ്മ ഒരു പ്രശ്നം പറ്റി. എന്ത് പറ്റി? അമ്മക്കൊരു ആക്സിഡന്റ് പറ്റിട്ടേ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇതായി. അപ്പൊ അമ്മക്ക് ഹൃദയവും തലച്ചോറും എല്ലാം വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ മനസ്സും ശരീരമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അമ്മയുടെ മുഖമല്ല വേറെ മുഖം കണ്ട. എനിക്ക് വേറെ മുഖം കാണണ്ട. എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മതി. ഏത് ഏത് ഇതാണ് പണ്ടിക്കുന്നത്? ഹലോ 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 നമ്മുടെ അമ്മയുടെ അതേ ശബ്ദമാണ് മോവേ. ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ഉണ്ടാവല്ലേ ഹൃദയം വെച്ചപ്പോ ശബ്ദമൊക്കെ വന്നത്. അതിനോട്ടോ പേരെന്താണ് കാർലോ? ഇപ്പൊ പേരെന്താണ്? സൈമൺ. സൈമൺ സാംസൺ. സൈമണാ? എനിക്ക് ഒറ്റ എക്സ്പ്ലെയിൻ പറ്റുന്നില്ല. അമ്മായി എന്റെ മനസ്സിൽ കണ്ട അമ്മായിണ്ട്. ഞാൻ ഇപ്പൊ കുഴഞ്ഞു വീഴാ. ഞാൻ ഇപ്പൊ കുഴഞ്ഞു ആ ഗ്യാപ്പിൽ കയറിട്ടോ. ഒരാൾ കുഴഞ്ഞു വീഴുന്ന ഉറപ്പം. ഒറ്റയ്ക്ക് കിടക്കാവുന്നില്ല കേട്ടാ. കാർലോ നമുക്ക് എന്നെ മനസ്സിലായിട്ട് പോലും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ പാട്ട് തരണോ അമ്മായിക്ക് വേണ്ടിയുള്ള? ഇല്ലില്ല. അച്ഛനാ? സൈമന്റെ മോനാണ്. ഒപ്പം സൈമന്റെ മോനും ഒപ്പം ഇപ്പോഴാണ് കേട്ടോ പിടിയിട്ടേ. എനിക്ക് ബോബിന് ഞങ്ങളുടെ അമ്മയായിട്ട് തനിച്ചു സംസാരിക്കണം.
അമ്മ എന്തേലും അമ്മ പുള്ളിക്കാരിക്കൊന്നും ഓർമ്മയില്ലെന്താ അല്ലല്ലോ സുഖാണോ? അയ്യോ എത്ര നാൾക്ക് ശേഷമല്ലേ കാണുന്നത്? ലാസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് 4 വർഷം മുമ്പല്ലേ? 4 വർഷമല്ലേ? 3 വർഷം? 4 വർഷം. 4 വർഷമായിരുന്നു. കണ്ണാ നിന്റെ അമ്മയാണോടാ? നമ്മൾ ആ ഒരു 4 വർഷത്തിന് ശേഷം അമ്മയെ കണ്ടപ്പോൾ ഒരു മാറ്റം കിട്ടോടാ. കണ്ണന്റെ ഫ്രണ്ടാണ്. എന്റെ അമ്മ എന്തോ ഇത് വേറെ ഇപ്പൊ എന്താ സൈമൺ ഇതെല്ലാം ആളുകളാ. അമ്മ മരിച്ചു, കൊന്നു എന്ന് പറ. കാർലോ കൊന്നു. ഞാൻ ഒന്നല്ല, നമ്മള് ഒരുപാട് തിരിഞ്ഞ് ഒരുപാട്. പക്ഷെ ഇത് നമ്മുടെ അപ്പാപ്പനെ അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? അപ്പാപ്പ പറഞ്ഞിട്ടില്ല ഈ സംഭവം. കാർലോ കൊന്നോ? കാർലെ കൊല്ലോടന് മുന്നേ ഇവന്മാരെ തന്ത ആണെന്നെങ്കിലും പറഞ്ഞായിരുന്നോ പുള്ളിക്കാരത്തി? ഇല്ല, നമ്മുടെ വളർത്തം വേണേ. ഓ വളർത്തും. ഓ കണ്ടാളാണ് ഓ അങ്ങനെ അല്ല, ഇനിയിപ്പോ അച്ഛനെ പോലെ ഒക്കെ ഉള്ളൂ. അച്ഛനെ പോലെ എനിക്ക് കാർലോ കണ്ടോടാ? ഇല്ല, സൈബടെ നമ്മുടെ അമ്മായിക്ക് ഭയങ്കര കാര്യമില്ല. പറ്റില്ല. അമ്മയുടെ അത്ര ഒരു അമ്മായി ഇല്ലാതെന്നാണ് കേട്ട. അതൊക്കെ വരും ഇടയ്ക്ക് വരും സാഹചര്യം. അതെ, അവൻ ട്രീറ്റ്മെന്റിലാണ് പുതിയ. ഓ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ വരും. ചാൻസ് ഉണ്ട് അല്ലേ? അമ്മ വരെയും പോകുന്നില്ല ബാബേ. ജപ്പാനിലാണ്. പറ്റില്ല. എത്ര നാൾക്ക് ശേഷമല്ലേ അമ്മയായിട്ട് സംസാരിക്കുന്നത്? 3 വർഷം. കാറിലെ പേരെന്ന് പറഞ്ഞ സൈമൺ ബ്രോ ഒന്ന് പരിപാടിയില്ല. അമ്മായി ഇത് കാണുന്നില്ല. സംസാരിക്കാവോ? കാരണം നമ്മുടെ അമ്മയുടെ ശബ്ദം കേൾക്കൊലിയായിട്ട് ഒന്ന് സംസാരിക്കാവോ? കണ്ണട വിളിക്കാവോ? അങ്ങനെയല്ലളിയാ നമ്മളെ അമ്മ നമ്മളെ കണ്ണേ എന്ന് വിളിക്കാറുടാ. അമ്മേ ഇങ്ങനെ വിളിക്കാറുടാ. എനിക്കറിയാം എങ്ങനെ പുള്ളിക്കാരത്തിന്റെ ശബ്ദം എങ്ങനെയായിരുന്നു. ഇത് തന്നെ ഇച്ചിരി അമ്മമാരുടെ ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അമ്മമാരെ സൗണ്ടാക്കിയാൽ അമ്മ നമ്മുടെ അമ്മയല്ലേ കണ്ണടച്ച് കേട്ടാ ഞാൻ കണ്ണടച്ച് കേട്ടോ. ഒന്ന് സംസാരിക്കണേ അമ്മ. വിളിച്ചേ നമ്മുടെ അമ്മ പഴയ ടോൺ. ലാസ്റ്റ് ഈ ഡയലോഗാണ് വിളിച്ചത്. വിളിച്ചതല്ല എനിക്ക് ഓർമ്മ. ലാസ്റ്റ് വെച്ചേ ബോബേ സംസാരിക്കുമ്പോ അമ്മ ഇടയ്ക്കൊരു സിനിമയിൽ അഭിനയിച്ചത് നിങ്ങൾ കണ്ടതല്ലടാ. എണീക്കണ വാസു. അതെ അതേണത്. അതൊക്കെ ഞാൻ വിചാരിച്ച് അമ്മയുടെ ഡബിക്കാണ്. പഴയ അതേ അളവിക്കതേ പഴയ ശബ്ദം തന്നെ കേട്ടാ. ഒരു വ്യത്യാസം ശരീരം മാറിയെങ്കിലും ഒരു വ്യത്യാസമില്ല. തലയിലെ കളർ ചെയ്യും. കണ്ട അവരൊന്നും പറ്റി പിടിച്ചോ. ഇപ്പൊ പഴയ അമ്മായി അതിന് അമ്മായിക്ക് ഇതൊരു മാറ്റമില്ല. ഉടുപ്പും പാൻറ്റും ഇട്ട അമ്മായി. ഉടുപ്പും മാറ്റി മീശ വെച്ച അമ്മായി. മീശ വെച്ച അമ്മായി സംഭവം അതാണ് ആള്. നീല പുല്ലയുടെ അമ്മായി കാണാൻ. അത് നീലിന്റെ ചെറിയൊരു കെട്ടുണ്ട്. നീലിന്റെ പഴയ സിറ്റി അല്ല ഇപ്പോഴത്തെ സിറ്റി. അമ്മായി കണ്ടില്ലേ അമ്മായി? അതായത് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. എന്നാലും ഒന്ന് ആലോചിച്ചറിയാ അമ്മേ. നമുക്ക് ഇപ്പൊ ഒരു ചാച്ച പറഞ്ഞുതരാം. എനിക്ക് തോന്നേ ജപ്പാനിൽ അമ്മായി ഉടനെ തിരിച്ചു വരും കേട്ടാ. വരും ഈ പോകാണെങ്കിൽ വരും. ഓ ഇതോ കക്കാശി ഡേ. നിന്റെ തോളത്ത് ഒന്നി ഒരാളല്ലേ ഒരു പെണ്ണ് എപ്പോഴും 27 മണിക്കൂർ. ഇവൻ ഇച്ചിരി ചോരല്ലടാ അവന് നോക്കണ്ടേ. ഞാൻ അല്ലടാ ഇവൻ ഇച്ചിരി ഇതാണ്.
കക്കാശി ഇച്ചിരി അറിയാലോ ബോബേ. കൊണ്ടുവരാ ക്ലാസ് നമുക്കറിയാലോടാ. എന്താ പരിപാടി? എന്താ പരിപാടി ഇങ്ങനെ കറങ്ങി ബോബ് പിടിമണിയിൽ ആരും കേറുന്ന ഞാൻ കണ്ടതല്ലേ ബോബെ. തന്നെ ഞാൻ ഫ്രണ്ടായിരിക്കും പറഞ്ഞത് ആരും നോക്കിയപ്പോ നീലല്ലോ? നീല എന്നെ ഒന്ന് 30 എന്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേ. ഞാൻ പറഞ്ഞ നീലിന്റെ അച്ഛനാണെങ്കിലോ? ശരിയാണ്. ഇല്ല ചോക്കില്ലേ, ഞാൻ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. സർപ്രൈസ് ആട്ടോ അല്ലേ? ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണെങ്കിലോ? നീല യു ഹാവ് എ സർപ്രൈസ്. നിന്റെ ലൈഫ് ഇങ്ങനെ ഒരു സർപ്രൈസ് ആരും വന്നിട്ടില്ല നീലെ, ആരൊന്നല്ല. നീ ഒന്ന് അല്ല നമുക്കവരെ പിടിച്ചിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. ഇപ്പൊ വരാവേ. നീല ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതും അടിച്ചോണ്ട് പോയടാ ആരോ. ഇതെടുക്ക ഞാൻ നോക്കിയപ്പോഴാ ഒരു മിനിറ്റ് അല്ല എന്തുറ്റി എന്താണ്? കേറ കൂടാര ഇതിപ്പോ നല്ലൊരു മംഗള മുഹൂർത്തത്തിൽ ക്രൗഡഡ് ആവണോ? പറ്റിക്ക് നീ മാക്സിമം ഒറ്റയ്ക്ക് കേട്ടോ, കാരണം നമ്മുടെ നീലിന്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മള് പോവേ അവനെ നിർത്തി ചോദിക്കണേ നീലാണ് റീലെടുക്കണ്ടേ പോവേ. ക്യാമറ ഓണാക്കി എടുത്തേ. എന്റെ അനങ്ങായിരിക്ക നമ്മളനങ്ങുന്നുണ്ടല്ലോടാ. നീ ക്യാമറ സൂപ്പർ. ഫോൺ എടുത്ത് ക്യാമറ തുറക്കണേ. ചോദിക്കട്ടെ. അല്ല ഞാൻ ക്യാമറ പിടിക്കാം, നീ ചോദിക്കേ. റേഡിയോ ഡിസ്കണക്ട് അവന്റെ യാടെന്നൊക്കെ കേൾക്കുന്നത്. ഒറ്റ മിനിറ്റ്. ഇതെന്താ കയ്യിൽ കത്തി? ഓക്കെ. ഹലോ ക്യാമറ നീ എങ്ങനെയാണ്? എക്സൈറ്റഡ് ആണോ? ആണല്ലേ? കൈവെക്കണം അവനെ. ആണെന്ന് പറയലൊരു ഇമോഷണൽ റീലിന് വേണ്ടിട്ടാ. ലൈഫില് ഇത്രയും ലൈഫിൽ വേണോന്ന് ആഗ്രഹിച്ച ഒരാളല്ലേ ഒരു കാര്യം ആവശ്യമുള്ള ഒരാളാണ്. നിനക്ക് ചിലപ്പോ നീ നിന്റെ ലൈഫ് ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും പുള്ളിയെ. നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കെട്ടിപ്പിടിച്ച ഒന്നോ കെട്ടിപ്പിടിച്ച് ഉമ്മ കുടുകി അടിച്ചോട്ടിക്കാമെന്നോ? രണ്ടുമ്മ തരും, രണ്ടുമ്മ. സീരിയസ്ലി നമുക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലേ ബോബേ? ഞാൻ കൊടുക്കട്ടെ ബോബേ. ഇപ്പഴേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യണേ. എനിക്കാണോ അക്സെപ്റ്റ് ചെയ്യാം. നിനക്കാണോ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് ഇറക്കിക്കണേ. ഇങ്ങോട്ട് വാ. വന്ന് അക്സെപ്റ്റ് സോ ഹാപ്പി ഫോർ യു. സോ ഹാപ്പി ഫോർ യു. പാവലേ അപ്പൊ കൊണ്ടോ പോവാ. അപ്പം ഗൈസ് വരൂ. പച്ച പാടണോ? നീ പാടൂ. അല്ലല്ല നീ പാടുന്നില്ല, ബോബ് പാടുന്നില്ലേ? അതല്ല പാടുന്നത്. ജിമേങ്കിൾ അതല്ലേ? പാടിക്കോ കറക്റ്റ്.
പഠിക്കോ എടാ അവിടുത്തെ കര എനിക്കത് എനിക്കത് കാണാൻ വയ്ക്കില്ല. ഇവിടെ എന്തിരി കാണാൻ ആരെ കാണാൻ അതൊക്കെ ഉണ്ടല്ലേ അതൊക്കെ. പാട്ട് 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 കണ്ണോത്തി കണ്ണോത്തെ. കണ്ണൂത്തി ഓക്കെ ഞാൻ ക്യാരി ചെയ്യാം കണ്ണോത്തെ. പാട്ടാ വായിച്ച് പാടിക്കണോ പഠിക്കോ അല്ല ആളത്തിൽ ആൾ വരട്ടെ വന്നില്ലേ? ആള് കേട്ട് നിൽക്കണം കേട്ടെ രണ്ടടി പാലിക്കാം. നീലക്കെട്ടുള്ള വന്നോ പെണ്ണാടി ഓക്കെ പഠിക്കോ നീല വായിക്കട്ടെ ഇങ്ങോട്ട് വാടാന്നില്ലേ സൈമൺ ബ്രോ ബ്രോയുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. അത് പിന്നെ സംസാരിക്കാം നമ്മള് നിങ്ങള് നീല മനസ്സിലായില്ലേ? കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ഇല്ല നെഞ്ചെടുക്കിൽ പോയട്ടെ അച്ഛാതെ വിളിയടാ നീലേ അച്ഛാതെ വിളിയടാ നിന്റെ സൈബർ അച്ഛൻ നീലേ നീൽ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മ ഇട്ട് അച്ഛാതെ വിളിച്ചു ഓർമ്മയില്ല ഞാൻ ഇത്തിരി ഇമോഷൻ ആണ്. എത്ര വർഷത്തിന് ശേഷം? അവൻ 21 വയസ്സേ ഉള്ളു. 22 വർഷം കാണാതെ 20 വയസ്സിന് ശേഷം നീലിന്റെ 18 വയസ്സുള്ള നീല് 20 വർഷം ശേഷം അവൻ അച്ഛനെ കണ്ടു. ഇനി ആരൊക്കെ റിവീൽ ആവാനുണ്ടോ? ഒന്ന് വിളിച്ചേടാ അച്ഛാതെ കേക്കട്ടാ. ഇങ്ങനെ ഒന്ന് വിളിച്ചോ ഡാഡി. ഞാൻ വിളിക്കാം നീല് സ്വന്തം മോന്റെ പേരെന്താ അറിഞ്ഞൂടെ നിങ്ങക്ക്? ഉണ്ടാക്കിട്ട് പോയാ സൈമൺ ബ്രോയ്ക്ക് ഓർമ്മ പോയാടാ. അങ്ങനെ ശരി ഓർമ്മ പോയാടല്ലേ? ഒരു മിനിറ്റ് നീലയല്ല സൈമൺ ബ്രോ പിന്നെ നമ്മുടെ നീലിന്റെ മറ്റേ സർപ്രൈസ് കഴിഞ്ഞോ? വിളിച്ചതാ. ചിലപ്പോ അവൻ ടെൻഷനായിരിക്കും. അച്ഛനല്ല വിളിച്ചത് അച്ഛാതാ വിളിച്ചത്. അച്ഛനല്ലടാ വിളിച്ചത്. അപ്പൊ അച്ഛാതാണ് വിളിച്ചത് അച്ഛനൊന്നുമല്ല. നീ മൊട്ട കണ്ണടാ കണ്ണാ ഇത് അടിയിക്കണ. ഓ സാർ കറക്റ്റ് കട്ട് ഒരു മുഖത്തിന് ഡിഫറൻസ് ഇല്ല. നിങ്ങളൊന്ന് അടുത്ത് ഒറ്റ മിനിറ്റ് നിങ്ങൾ അടുത്ത് എന്റെ കണ്ണാടി നോക്കിയാ ഒരു ബന്ധവുമില്ല. രണ്ടും ഒരുപോലെ മൊട്ട പറയട്ടെ കാരണം പറയട്ടെ. ചെറിയ അച്ഛന് ഒരു അച്ഛനെടുത്ത ഒന്ന് പ്രിന്റ് പറയാൻ ഫോട്ടോ എടുക്കട്ടെ. മുട്ട എന്തൊരു തോന്നുന്നു ഇമോഷണലായിട്ട് കൈ വെച്ചവൻ. ഇമോഷണലായില്ല നീലടാ കറക്റ്റ് വളർന്നോണ്ട് ഇച്ചിരി അവന് കൂടുതൽ സൈഡ് കിടക്കും. അത് പയ്യനല്ലേ മൊട്ട ഫാഷൻ ഫാഷനല്ലേ. ഓ ഫോട്ടോ ആയിട്ട് കൊള്ളാം. പാട്ടൊക്കെ പാടാം. അവർക്ക് എന്തെങ്കിലും മിണ്ടട്ടെ, നമ്മൾ 12 മണിയായോ? അല്ലടാ ഒറ്റയ്ക്ക് സംസാരിക്കാം. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സൂര്യവംശേ കാർല 5 വർഷമായി ജീവിയില്. നീ ഇങ്ങനെ ഞാൻ ഇന്നാ ദിവസം 12 മണി. ഇന്നൊക്കെ 5 വർഷല്ലേ? ഓ കൺഗ്രാറ്റ്സ് 5 years of കണ്ണാപ്പിസം. ഇതല്ല 5 അല്ല മറ്റേത് എല്ലാം കൂടെ കൂട്ടണം 7 ആയി. പുറത്തല്ലേ? മറ്റേ എല്ലാം കൂടെ ടോട്ടൽ കൂട്ടണം. കണ്ടുപിടിച്ച് റേഡിയോയിലൊക്കെ പറഞ്ഞോ. അതിന് മുമ്പത്തെ കണ്ണന്റെ കാറിലൊക്കെ അറിയില്ല. കാശൊക്കെ ഗിറ്റാറൊക്കെ വെച്ചെടുത്തിട്ട് കണ്ട മറ്റേ ഞാൻ കൊണ്ട് മുതി സിറ്റി മൊത്തം അറിയിച്ച നീല അച്ഛനെ കിട്ടി. കിട്ടിയ ഞാൻ അല്ലേ മറ്റേ ഷമ്മി ഇവന്റ്സിന് വിളിച്ച ഒരു ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞല്ലേ?
ഇന്ന് തന്നെ ഇവന്റെ ആരെയൊക്കെ വിളിച്ചു സൈമൺ ബ്രോ പോറ്റാ സൈബർ ബ്രോ അല്ല അവന്റെ അച്ഛനല്ലേ ഇത്